എല്ലാവരുടെയും ഒരു കോമൺ ക്വസ്റ്റൻ ആണ്, ഡോക്ടർ എൻ്റെ പീരിയഡ്സ് ഒക്കെ കറക്റ്റായിട്ട് എല്ലാ മാസവും ആവുന്നുണ്ട്, പക്ഷേ എനിക്ക് പ്രഗ്നൻ്റ് ആവാൻ പറ്റുന്നില്ല എന്നുള്ളത്. പ്രഗ്നൻ്റ് ആവണമെങ്കിൽ പീരിയഡ്സ് പ്രോപ്പർലി നടന്നാൽ മാത്രം പോരാ, ഓവുലേഷൻ കറക്റ്റ് നടക്കണം. ആ ഓവും സ്പേമുമായിട്ട് ഫെർട്ടിലൈസ് ചെയ്യണം. ഇനി ഓവുലേഷൻ പ്രോപ്പറായിട്ട് നടന്നാൽ തന്നെ മന്ത്ലി വൺസ് ആണ് ഓവുലേഷൻ നടക്കുന്നത്. ആ ഓവത്തിന് ആകെ അത് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഒരു 12 to 24 hours ആണ്. സോ ഈ 24 hours ഫെർട്ടിലൈസേഷൻ സ്പേമുമായിട്ട് ഫ്യൂസ് ചെയ്താൽ മാത്രമാണ് പ്രഗ്നൻ്റ് ആവാനുള്ള ചാൻസസ് ഹയർ. ഇനി എങ്ങനെ അറിയാൻ പറ്റും എല്ലാ മാസവും ബ്ലീഡിങ് ഓവുലേറ്റഡ് ബ്ലീഡിങ് തന്നെയാണെന്ന്? ഓവുലേഷൻ പ്രോപ്പർ അല്ലാത്ത സമയത്തും പീരിയഡ്സ് വരാം. അത് അൺഓവുലേറ്റഡ് ബ്ലീഡിങ് ആയിരിക്കാം. ഓവുലേറ്റഡ് ബ്ലീഡിങ്ങും അൺഓവുലേറ്റഡ് ബ്ലീഡിങ്ങും തമ്മിൽ എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും? ഓവുലേറ്റഡ് ബ്ലീഡിംഗ് ആണ് നിങ്ങൾക്ക് സംഭവിക്കുന്നതെങ്കിൽ നിങ്ങൾക്കൊരു പീരിയഡ് സൈക്കിളിന് ഒരു 14 അല്ലെങ്കിൽ നിങ്ങളുടെ പീരിയഡ് സൈക്കിൾ എന്നാണോ തുടങ്ങി അതിനൊരു മിഡിൽ എത്രയാണോ ഗ്യാപ്പ്, 28 days ഗ്യാപ്പ് ആണെങ്കിൽ 14th day, 30 day ഗ്യാപ്പിലാണ് നിങ്ങളുടെ പീരിയഡ്സ് എങ്കിൽ 15th day നിങ്ങൾക്ക് എന്ത് സംഭവിക്കാം? ഒരു എഗ് വൈറ്റ് പോലെ റിലീസിൽ ഒരു ചെറിയ ഡിസ്ചാർജ് വരാം. അങ്ങനെ ഒരു ഡിസ്ചാർജ് കാണാം. അതുമാത്രമല്ല ബോഡി ഹീറ്റ് ആ സമയത്ത് കുറച്ച് കൂടുതലായിരിക്കാം. ഇനി അൺഓവുലേറ്റഡ് ബ്ലീഡിംഗ് ആണെങ്കിൽ നിങ്ങളുടെ പീരിയഡ് സൈക്കിൾ ഒന്നീ 35 days കൂടുതൽ പ്രൊളോങ്ഡ് ഡ്യൂറേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ 21 days ലെസ് ദാൻ ഫ്രീക്വൻസിയിൽ പീരിയഡ്സ് നിങ്ങൾക്ക് വരാം. അതോടൊപ്പം തന്നെ അൺഓവുലേറ്റഡ് ബ്ലീഡിംഗ് ആണെങ്കിൽ ഒന്നീ ബ്ലീഡിങ് സ്കാൻഡി ആയിരിക്കും, അത് വളരെ കുറച്ച് ബ്ലീഡിങ് മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ സ്പോട്ടിങ് പോലെ കുറച്ച് ബ്ലഡ് മാത്രം നഷ്ടപ്പെടും. അല്ലെങ്കിൽ ബ്ലീഡിങ് പ്രൊളോങ്ഡ് ആയിരിക്കും, മോർ ദാൻ 7 days ഒക്കെ കാണും. ഇതും അൺഓവുലേറ്റഡ് ബ്ലീഡിങ്ങിൻ്റെ ലക്ഷണങ്ങളാണ്. സോ ഇനി നിങ്ങൾക്ക് സംശയമുണ്ട്, പ്രഗ്നൻ്റ് ആവാൻ ട്രൈ ചെയ്യുന്നുണ്ട്, ഓവുലേഷൻ പ്രോപ്പർ ആണോ എന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓവുലേഷൻ കിറ്റ് വാങ്ങി ടെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോളിക്കുലർ സ്റ്റഡി ചെയ്യാം.